നമുക്ക് ഓൺലൈനിൽ പെർമിറ്റ് ഉണ്ട്, പക്ഷേ കോപ്പി ഹാർഡ് കോപ്പി ഉണ്ടെങ്കിൽ മാത്രം അവർ കടത്തി വിട്ടുള്ളത്. ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ഇനി നമ്മോട് പറഞ്ഞു 4 കോപ്പി 4-5 കോപ്പി ഹാർഡ് കോപ്പി എടുക്കാനാണ് പറയണത്. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് കോപ്പി സെൻറ്ററിലേക്ക് പോവാണ്, അല്ലാതെ കടത്തി വിടില്ല ഇതിലൂടെ. ഇപ്പം നമ്മൾ ലേ, ലഡാക്ക്, കാശ്മീർ, ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ലഡാക്കിൻ്റെ ഉള്ളിൽ നമ്മൾ എങ്ങോട്ട് കറങ്ങുകയാണെന്നുണ്ടെങ്കിലും മാക്സിമം സ്ഥലത്തും നമുക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറഞ്ഞ പെർമിറ്റ് നമ്മൾ എടുക്കണം. അത് നമ്മൾ എടുക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. ഗൂഗിളിൽ പോയിട്ട് ഇന്നർ ലൈൻ പെർമിറ്റ് ഇൻ ലഡാക്ക് അല്ലെങ്കിൽ ഇന്നർ ലൈൻ പെർമിറ്റ് ഇൻ കാശ്മീർ ഒക്കെ അടിച്ചാൽ നമുക്കതിന് ലിങ്ക് കിട്ടും. ലിങ്ക് കിട്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മാക്സിമം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു സംഭവം തരും. ഇങ്ങനത്തെ ഇതാണ് സംഭവം. ഇത് 2 പേജുള്ള പെർമിറ്റാണ്. അപ്പോൾ ഇതിന് 1 മുതൽ ഏകദേശം 1 മുതൽ 15 പോയിൻറ്റ്സ് കാണാൻ പറ്റും. ഓരോ സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം എന്ത് ചെയ്യുക, എല്ലാ സ്ഥലങ്ങളും ടിക്ക് ചെയ്തിട്ട്, എല്ലാ സ്ഥലങ്ങളും ഒന്നും വിടണ്ട, കാരണം നമുക്കറിയില്ല റൂട്ട് എങ്ങനെയാണ്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും ടിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഡീറ്റെയിൽസ്, അപ്പോൾ നമ്മൾ എല്ലാ പോയിൻറ്റ്സും നമ്മൾ ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ഡീറ്റെയിൽസ്, നമ്മൾ ഒന്നല്ല ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുക. എന്നിട്ട് ഓൺലൈനായിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം ലേയിലെത്തിയപ്പോൾ ഞങ്ങൾ ചെയ്തപ്പോൾ 1200 രൂപയാണ് ഞങ്ങൾക്ക് 2 ദിവസത്തെ പേയ്മെൻറ്റ് വന്നത്. പിന്നെ പനി പിടിച്ച് നമ്മളത് ക്യാൻസലായിപ്പോയി. പിന്നെ അതിനുശേഷം പിന്നെ പനിയെല്ലാം മാറി നമ്മൾ നോക്കിയപ്പോൾ വെറും നമുക്ക് വന്നത് 200 ചില്ല രൂപയാണ്. അപ്പോൾ പേയ്മെൻറ്റ് വ്യത്യസ്തമായിരിക്കാം. പക്ഷേ കീ എടുത്തോട്ടോ, മണീന് കീ എടുത്തോ. ഓക്കെ, ബൈ. അപ്പോൾ പേയ്മെൻറ്റ് വ്യത്യസ്തമായിട്ടാണ് കാണിക്കുക, എന്തുകൊണ്ടല്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്ര ദിവസം നമ്മൾ ഏകദേശം ഈ ലഡാക്കിലുണ്ടാവുമോ, അല്ലെങ്കിൽ നമ്മൾ ഈ ബൗണ്ടറിയൊക്കെ പാസ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഹിമാചലിലേക്കോ അല്ലെങ്കിൽ തിരിച്ച് ഡൽഹിയിലൊക്കെ പോകുന്ന ആ സമയം മുതൽ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെയുള്ള ഒരു ഡേറ്റ് നമ്മൾ ഫ്രം ടു എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്, വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ പാസ് എടുത്ത് വെക്കണം. ഇല്ലെങ്കിൽ പണി കിട്ടും. പിന്നെ നമ്മൾ എത്തിയോടുത്ത് വീണ്ടും നമ്മൾ സ്റ്റേ ചെയ്ത് പിന്നെ പാസ് ചിലപ്പോൾ നാളെ കിട്ടിയെന്നൊന്നും വരില്ല, ചിലപ്പോൾ 2 ദിവസം എല്ലാം കാണിക്കും, 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത്രയും ദിവസം നമ്മളൊരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പം ഇന്നർ ലൈൻ പാസ് മസ്റ്റായിട്ട് നിങ്ങൾ എടുക്കാൻ നോക്കുക, എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇതാണ് സംഭവം. ഇതിൻ്റെ അത് മാത്രമല്ല, എടുത്താൽ മാത്രം പോരാ, അതിൻ്റെ കോപ്പി എടുക്കുക. കോപ്പി ഏകദേശം ഒരു 10 കോപ്പികൾ എടുത്ത് കയ്യിൽ വെക്കണം. കാരണം ഓരോ ചെക്ക് പോസ്റ്റിലും ഇത് ചോദിക്കും. അപ്പോൾ ഇത് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ അവർ തിരിച്ചു തരില്ല. 5 കോപ്പി മതി എന്ന് അവർ പറഞ്ഞു. നമ്മളെന്നാലും ഒരു 10 കോപ്പി എടുത്തിട്ടുണ്ട്. നിന്റെ ആധാർ കാർഡ് നിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ്, എൻ്റെ ആധാർ കാർഡ്, നമ്മൾ ഒറിജിനൽ പ്രൂഫ് എന്താണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ ഒറിജിനലായിട്ട് കാണിക്കേണ്ടി വരും. കാരണം നമ്മളിപ്പോൾ റൂമെല്ലാം വെക്കറ്റ് ചെയ്ത് പോയി തടഞ്ഞ് നമ്മൾ തിരിച്ചു വന്നതാണ്. നമ്മൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റിൽ പ്രിൻ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ പ്രിൻ്റ് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ പോണത് കേട്ടോ. ഇതുപോലുള്ള ചെക്ക് പോസ്റ്റാണ്, പോലീസിൻ്റെ ചെക്ക് പോസ്റ്റാണ്. ഇവിടെ നമ്മളെ വണ്ടിയുടെ നമ്പർ, പിന്നെ നമ്മുടെ ID കാർഡ്, ഒറിജിനൽ ID പ്രൂഫ് എന്തെങ്കിലും ID കാർഡ് കാര്യങ്ങളെല്ലാം നമ്മളിവിടെ എഴുതി കൊടുത്തിട്ട് വേണം നമ്മളിവിടെ ഈ വഴി മുതൽ കടത്തി വിട്ടുള്ളൂ.
ചുഷുൾ വില്ലേജിൽ നിന്ന് ഹാൻലെ എന്ന് പറയുന്ന വില്ലേജിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പോകുന്ന വഴിക്കായിട്ട് ചുഷുൾ വില്ലേജിൻ്റെ അടുത്തായിട്ട് ഒരു വാർ മെമ്മോറിയലുണ്ട്. പണ്ടത്തെ ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ സ്മരണകളും അങ്ങനെ അന്ന് ജീവത്യാഗം ചെയ്ത സൈനികരുടെ ഒരു സ്മാരകമൊക്കെ ആയിട്ടുള്ളൊരു സംവിധാനമുണ്ട്. അപ്പം അതുകൂടി നമ്മൾ കാണും. റസാംഗ്ല മെമ്മോറിയലിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ അതിൻ്റെ ഡോക്യുമെൻ്റ് കാര്യങ്ങൾ നമ്മളെല്ലാം അവിടെ എഴുതി കൊടുത്തു. പക്ഷെ നമ്മളോട് ഇപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഏതൊരു വിസിറ്റർ വരുന്നുണ്ട്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റസാംഗ്ല മെമ്മോറിയൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് സ്റ്റോറി നമുക്കറിയാൻ പറ്റും. എന്താണ് സംഭവിച്ചതെന്നുള്ളത്, എന്തൊക്കെയായിരുന്നു യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ. सर ये है झूला कॉम्प्लेक्स है, चाइना की तरफ पे चाइना है, इसके पीछे ब्लैक टॉप दिखाई दे रहा है, पूरा सब चाइना ही है। सर ये झूला कॉम्प्लेक्स है, चाइना के पीछे जो है ग्रूम वेली वो सामने से ായിട്ട് ഒരു സൈനികൻ നമ്മുടെ കൂടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് ഇപ്പോൾ അവർ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരിങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അവരെ ഫേസ് കാണിക്കുന്ന രീതിയിലൊന്നും എടുക്കാതിരുന്നത്. അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. പിന്നെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ ഒരു കാര്യങ്ങളും അതിൻ്റെ മെമ്മോറിയലായിട്ടാണ്. നേരത്തെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ കുറച്ച് ഫലകങ്ങൾ കാണുന്നുണ്ടെന്ന്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് വീരമൃത്യു വരിച്ച ജവാന്മാരുടെ ഡീറ്റെയിൽസാണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ, ഈ കാണുന്ന ഓരോ പർവ്വതവും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിർത്തിയിരിക്കുക. ഇവിടെ പ്രോപ്പർ ബോർഡറില്ല ഇന്ത്യയും ചൈനയും തമ്മിലുള്ള. ഫോർ എക്സാമ്പിൾ ഇതാണ്ടോ, ഈ ഒരു പർവ്വതം ഉണ്ടല്ലോ, അത് ചൈനയുടെ കയ്യിലാണെങ്കിൽ ഇത് ഇന്ത്യയുടെ കയ്യിലാണ്. ഇപ്പുറത്ത് വരുന്നത് ചൈനയുടെ കയ്യിൽ, ഇപ്പുറത്ത് വരുന്നത് ഇന്ത്യയുടെ കയ്യിൽ, അപ്പുറത്ത് വരുന്നത് ചൈനയുടെ കയ്യിൽ. പിന്നെ അതേപോലെ തന്നെ താഴ്വാരാണെങ്കിൽ പോലും കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, അവിടെ ദൂരെ ഒരു ഷെഡ് പോലെ കാണാൻ പറ്റും. 2 ഷെഡ് കാണുന്നുണ്ട്. അത് പോസ്റ്റാണ്, ഇന്ത്യയുടെയും ചൈനയുടെയും പിന്നെ എന്താ പറയുക സൈനികരുള്ള പോസ്റ്റുകളാണ്. അപ്പോൾ ഇതൊക്കെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് ഓരോ പർവ്വതവും കുന്നും ഇന്ത്യയുടെ അല്ലെങ്കിൽ ചൈനയുടെ അങ്ങനെ ആ ലെവലിലാണ്. പിന്നെ ഇവിടെ അങ്ങനെ അല്ലാതെ നമ്മുടെ പാകിസ്ഥാൻ്റെ ബോർഡർ പോലെ ഒരു പ്രോപ്പറായിട്ട് ബോർഡർ ഇവിടെ ഇല്ല. ഓക്കെ, ഇതുണ്ട് ഈ പർവ്വതങ്ങളുടെ ഒരു മോഡലാണ് ഇവിടെ. ഇതിൽ ശരിക്കും ഈ ബ്ലൂ കാണുന്നത് പാങ്കോങ് ലേക്കാണ്. നമ്മൾ വരുമ്പോൾ കണ്ടിരുന്നു ആ ലേക്ക്. അതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റില്ല, കാരണം ഇവിടുന്ന് തിരിച്ച് നമ്മൾ പോകുമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ നമ്മൾ ഇവിടുന്ന് ഒരു ഷോർട്ട് കട്ട് ഉണ്ടായതുകൊണ്ട് ഇനി നമ്മൾ പാങ്കോങ് ലേക്കിലേക്ക് പോകുന്നില്ല. ഇതൊക്കെ അന്ന് യൂസ് ചെയ്തിരുന്ന ഓരോ വെപ്പൺസാണ് കേട്ടോ. അന്ന് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന വെപ്പൺസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അന്നത്തെ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന 62 കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന വെപ്പൺസ് ഇന്ന് ഒരുപാട് നമ്മൾ എന്തായിട്ടുണ്ടാവും, ഡെവലപ്ഡ് ആയിട്ടുണ്ടാവും, അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. പക്ഷെ അന്ന് ഇതൊക്കെ തന്നെ ആയിരുന്നു. വരുന്നത് ഓക്കെ ഓക്കെ. അപ്പോൾ ഇതൊരു ഓഡിയോ വിഷൻ ഹാളാണ്. അതേപോലെ തന്നെ എന്നാൽ നമ്മുടെ അന്ന് സംഭവിച്ച എന്താണെന്നുള്ളത് നമ്മളെ ഒരു റൂമിൽ കയറ്റിയിട്ട് വീഡിയോ നമ്മളെ കാണിച്ചു തരും. അപ്പം ഞാൻ രാജാവ് മാത്രമേ ഇപ്പോഴും ഉള്ളൂ. ഒരു ടീം അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കാണിക്കാമെന്ന് വെച്ചിട്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ സറൗണ്ടിങ്സിൽ കാണുന്ന എല്ലാം അന്നത്തെ ജവാന്മാരാണ്. ഇന്ത്യ ചൈന യുദ്ധത്തിൽ ജീവൻ പോയ ജവാന്മാരുടെ പിക്ചേഴ്സും അവരുടെ പിന്നെ പേരുകളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അന്നത്തെ ഓരോ കാലഘട്ടത്തിലും പിന്നെ ഇന്ന് ഈ ഒരു മെമ്മോറിയൽ ഹാൾ അല്ലെങ്കിൽ ഈ ഒരു മെമ്മോറിയൽ ഉണ്ടാക്കിയതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസൊക്കെ അന്നത്തെ ഒറിജിനൽ ഫോട്ടോസാണ്.
ഇവിടെ അന്നത്തെ യുദ്ധത്തിനെ പറ്റി പേപ്പറിൽ വന്നിട്ടുള്ള വാർത്തകൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. റസാംഗ്ല മെമ്മോറിയൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളും അതേപോലെ ഒരു സൈനികൻ നമുക്ക് വന്ന് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. നല്ല എന്താ പറയുക, 1962 നടന്ന ഇന്ത്യ ചൈന വാറിൻ്റെ ഒരു മെമ്മോറിയലാണ് ശരിക്കും ഇത്. 1962 നടന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ സമയത്ത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രധാനമന്ത്രി. അതേപോലെ തന്നെ VK കൃഷ്ണമേനോൻ എന്നും പറഞ്ഞിട്ട് ഒരു ഡിഫൻസ് പ്രതിരോധ മന്ത്രി, അതായത് മലയാളിയായ പ്രതിരോധ മന്ത്രി ആ സമയത്തുണ്ടായിരുന്നത്. സംഭവിച്ചത് ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു മിസ്മാനേജ്മെൻറ്റ് അവിടെ നടന്നിട്ടുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചൈനക്കാർ വന്ന പ്രശ്നം ഉണ്ടാക്കി അടിച്ചിട്ട് പോയി. എന്ന് വെച്ചാൽ ഒരുപാട് നഷ്ടം നമ്മളെ സൈഡിൽ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. സോൾജേഴ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും പക്ഷേ നമുക്ക് കുറച്ചും കൂടി നമുക്ക് വിജിലൻ്റ് ആവണമായിരുന്നു ആ സമയത്ത്. എന്തായാലും അതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് VK കൃഷ്ണമേനോൻ രാജിവെച്ചു. അപ്പം സത്യം പറഞ്ഞാൽ നടക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇപ്പോൾ നമ്മൾ കാർഗിലൊക്കെ എന്താണോ ചെയ്തത് അങ്ങനത്തെ ഒരു സ്ട്രോങ് ഡിഫൻസ് നമുക്ക് അവിടെ ആവശ്യമുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് പെട്ടെന്ന് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് നഷ്ടം കാര്യങ്ങളും നമുക്ക് വന്ന്. എന്തായാലും ചൈനയുടെ സൈഡിൽ നിന്നുള്ള ഒന്നാമതൊരു അറ്റാക്കായിരുന്നു അത്. ഇപ്പോൾ നമ്മളുണ്ടല്ലോ ഈ സറൗണ്ടിങ്സിൽ ഓരോന്നും പറഞ്ഞിരുന്നതാണ്. അതിൽ ആ ബ്ലാക്ക് ടോപ്പ് വരുന്നത് ചൈനയുടെ ആണ്. അതേപോലെ തന്നെ ഇവിടെ താഴെ ഒരു 2 ഷെഡ് പോലെ കാണുന്നുണ്ട്. അത് ഒന്ന് ചൈനയുടെയും ഒന്ന് നമ്മുടെ ഇന്ത്യയുടെയും പോസ്റ്റുകളാണ്. ഇവിടെ അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു അതിൻ്റെ ഇല്ല, ഒരു ബോർഡർ ഒന്നുമില്ല. പക്ഷേ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. ഓരോ കുന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വെച്ച് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബോർഡറാണ്. ഇതാണ് ഏകദേശം ഉണ്ട്. അതൊക്കെ ഒരു 1-2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നും നമുക്ക് പെർമിഷൻ ഉണ്ടാവില്ല. നമുക്ക് അങ്ങോട്ട് പോകാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളിനി നേരെ തിരിച്ച് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഏകദേശം 100 കിലോമീറ്ററും കൂടി ഏകദേശം പോകേണ്ടി വരും. വരുന്ന വഴിക്ക് ഇങ്ങനെ റോഡിൽ വന്നപ്പോൾ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത്, ഇത് കണ്ടോ അവിടെ ഒരു കിടങ്ങ് കണ്ടോ, അവിടുത്തെ വെള്ളമെല്ലാം കൂടി ഒലിച്ച് ഇത് നട റോഡിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജാവധ വീണ്ടും റിവേഴ്സ് പോയി റൗണ്ട് അടിച്ച് ഇനി അതുവഴി വരണം. ഇതൊക്കെയാണ് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ. റോഡാണെന്ന് വിചാരിച്ച് പോവും, ചിലപ്പോൾ റോഡിൻ്റെ നടുവിൽ തോട് വരും. മേലോട്ട് കയറുകയാണ്. എട്ടിൻ്റെ 16 പണി കിട്ടിയിരിക്കുകയാണ്. റോഡ് മുഴുവൻ മഞ്ഞാണ്. റോഡില്ല കേട്ടോ. ഇതുവഴി കയറിയാലും ഈ ചെടികൾ, ഇത് മുൾച്ചെടിയാണ്, അതിൻ്റെ മേലെ കൂടെ കയറേണ്ടി വരും. ഒരു മിനിറ്റ് ഞാൻ നടന്നു നോക്കാം. ഇത് ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന വഴിയാണ് കേട്ടോ. ഇതാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന വഴി. പക്ഷേ അതിലൂടെ പോകാൻ പറ്റില്ല, ഫുള്ള് മഞ്ഞാണ്. അപ്പോൾ നമ്മൾ വേറെ വഴി അവിടെ വരില്ല, ഞാൻ പറഞ്ഞിട്ട് വന്നാൽ മതി. വന്നാൽ തിരിക്കാൻ പറ്റില്ല ബ്രോ. അല്ല ഇതുവഴി വണ്ടി എടുക്കാൻ പറ്റുമെന്നാണ്. പറ്റൂല. എടാ പറ്റില്ല. ഞാൻ പറഞ്ഞ വഴിക്ക് തന്നെ വാ.
നോക്കട്ടെ, ഒരു മിനിറ്റ്. അവിടെ പറ്റില്ല, ഇവിടെ ഒരു അരുവിയുണ്ട്. ഫുള്ള് ചതുപ്പാണ്, അരുവിയുണ്ട്. എന്താണ് റിവേഴ്സ് പോകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ രാജാവ് പെട്ടിരിക്കുകയാണ്. ഇടത് ഭാഗത്ത് ഫുള്ള് മഞ്ഞ്, പിന്നെ ഇതൊക്കെ നല്ല മുള്ളൻ്റെ ചെടിയാണ്. കണ്ടോ, മൊത്തം മഞ്ഞ് മൂടിയെടുക്കണം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ കൊടുത്ത ടയർ പഞ്ചറാവും. കാരണം ഫുള്ള് മറ്റേ ഇതാണ്. വണ്ടി ഒരുവിധം ഇവിടുന്ന് തള്ളി കേച്ചിലാക്കിയതാ. രാജാവ് പോകുന്നുണ്ട്, ഞാനിതുവഴി ഇങ്ങനെ നടക്കുകയാണ്. ഫുള്ള് ചതുപ്പും മഞ്ഞും റോട്ടിലാണ് ഈ സംഭവം. അതേറ്റവും വലിയ രസം. നടക്കുമ്പോൾ പോലും കാല് താന്നു പോണ്. ഇതുണ്ടോ കുഞ്ഞരുവി ഉണ്ടോ, മഞ്ഞുരുകിയിട്ട് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും ഇതാണ് റോഡ് കാണിക്കുന്നത് ഗൂഗിൾ മാപ്പ്. അവസ്ഥ കണ്ട, കുറേ റൈഡേഴ്സ് അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. എടാ, അവരും ഗൂഗിൾ മാപ്പ് നോക്കി ഇങ്ങനെ വരികയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതുവഴി ഇതിലൂടെ ഇത് രണ്ട് മഞ്ഞാണ്. ഇപ്പുറത്ത് മഞ്ഞും പൊതിഞ്ഞിട്ടുണ്ട്, ഇപ്പുറത്ത് മഞ്ഞ് പൊതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൂഗിൾ മാപ്പ് അതുവഴിയാണ് ഇങ്ങനെ കാണിക്കണത്. പക്ഷെ നമുക്ക് അതിലൂടെ പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ രണ്ട് മഞ്ഞിൻ്റെ ഇടയിലുള്ള എന്തോ ചതുപ്പ് സ്ഥലമാണ്, അതുവഴി പോകേണ്ടി വരും. ആകെ സീനാണ് ഇത്. കണ്ട, ഇതുവഴി വരുമ്പോഴും ഏതോ ഒരു 4 വീലർ പോയ വഴിയാണ് ഇത് കാണുന്നത്. ഇത് കണ്ട, പക്ഷെ ഇതുവഴി നമുക്ക് ബൈക്കിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അരുവി പോലെ പോകുന്നുണ്ട്. അതാണ് പ്രശ്നം. ഈ അരുവി, ഈ ഒരു തോട് കിടക്കണം, വലിയ പാടാണ്. കണ്ടാ, ഈ ചതുപ്പ് കിടക്കണം. സമയമുണ്ട്, ആലോചിച്ചിട്ട് പോവാം. നല്ലൊരു കാര്യം ചെയ്യും, ഇവിടെ നിന്ന് പലക വല്ലതും വെക്കാൻ പറ്റുമോ? ഞാൻ കല്ലിടാം. എവിടെ? ഒരു കല്ലിട്ടാ പോരാ, മൊത്തം കല്ലിടേണ്ടി വരും. പക്ഷേ ഈ അരുവ് വരുന്നോണ്ട് ബ്ലോക്ക് ആവും. ഇത് ഇങ്ങനെ ഒഴുകിപ്പോവും, കാല് കുത്തിയ താഴേക്ക് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, കുത്തി ഉരുട്ടാൻ പറ്റുമോ? ഇങ്ങനെ എടുക്കാതെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കയറ്റണം. കാരണം എന്താ പറയുക, ഇത് ഇവിടെ കുത്തിയാൽ താഴേക്കാണ്. കംപ്ലീറ്റ് സീനാണല്ലോ. കല്ലൊക്കെ പെറുക്കിയിട്ട് ഒരു വിധത്തിൽ ഒരു ചെറിയൊരു വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രാജാവിൻ്റെ എക്സ്പീരിയൻസ് പറയാം. ഏയ് बढ़िया. അച്ഛന്മാരെ ഒരു ടീം എടുത്ത് രണ്ടാമത്തെ ടീം എടുക്കാൻ പോകുന്നു. ഇതിൽ 2 ആള് നമ്മളുണ്ട്, ബാക്കി It's okay. है जो
खींचो खोलो ब्रेक थोड़ी क्लच लो क्लच पूरा छोड़ ही नहीं रहे ഒരുവിധം എല്ലാവരും സെറ്റായി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കടവിൽ വെച്ച് കാണാം. നമ്മൾ വഴി മാറിയിട്ടുണ്ട്. നമ്മൾ എങ്ങോട്ടോ മേലെ കയറി വീണ്ടും തിരിച്ചു വരികയാണ്. നല്ല ഫുള്ള് പാറകൾ മറ്റേ ഉരുണ്ട കല്ലുകളുള്ള വഴിയാണ്. ഉദരന സംഗതി അങ്ങോട്ടാണ് കേട്ടോ. നമ്മൾ ഈ കല്ലുകളെല്ലാം താണ്ടി വന്ന് റിസ്ക്കാണ്. തിരിച്ചതാ വീണ്ടും നമ്മൾ അടിക്കുകയാണ്.